സർ, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. അതായത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിലാണ്. ഈ താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെൻറ്റർ, അത് രണ്ട് സമീപത്തെ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി പരീക്ഷാകാലത്തേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സെൻഡ് ഓഫ് പരിപാടിയൊക്കെ ഉണ്ടാവും. പണ്ടാണെങ്കിൽ കുട്ടികളൊക്കെ കൂടിയിരുന്ന് ഒരു മുട്ടായിയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ലഡുവൊക്കെ മേടിച്ച് വിതരണം ചെയ്തായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. കാലം മാറിയപ്പോൾ അത് വലിയൊരു ആഘോഷ പരിപാടിയായിട്ട് മാറി. അപ്പോൾ ഡാൻസ് അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അവിടെ ഒരു ഡാൻസ് പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഇതിനിടയിൽ പാട്ട് നിന്നുപോയി. അപ്പോൾ മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരെ കൂവിയപ്പം ആ ഡാൻസ് ചെയ്തതിനകത്ത് ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അവരെ ചോദ്യം ചെയ്തു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, സംഘർഷമായി, അടിപിടിയിലായി. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ട്യൂട്ടോറിയൽ അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാരൊക്കെ ഇടപെട്ട് കുട്ടികളെയൊക്കെ സംഘർഷത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇവരെ പറഞ്ഞു വിട്ടു. ഇത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവമാണ്. ഇതിന് ശേഷം ഈ കൂവിയ വിദ്യാർത്ഥികളും മറ്റവരും തമ്മിലുള്ള ഈ സംഘർഷത്തിൻ്റെ തുടർച്ച അവിടെ നിലനിൽക്കുകയാണ്. അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വ്യാഴാഴ്ച നമുക്കിത് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ ട്യൂഷൻ സെൻറ്ററിലെ കുട്ടികളുമായിട്ട് വീണ്ടും ഏറ്റുമുട്ടലുണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തല്ല ഉണ്ടായി. അവിടെ ഒരു നാട്ടുകാർ പിള്ളേരെല്ലാം അടിച്ചോടിക്കുകയായിരുന്നു. അതിൽ ഈ ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഇവനെ കൂട്ടുകാരൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയ ഈ ഷഹബാസ് രാത്രി ഒരുപാട് ഛർദ്ദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ കരുതി ഇവൻ ഇനി എന്തെങ്കിലും മയക്കുമരുന്നോ ലഹരി ഉപയോഗിച്ചതാണോ. കാരണം പുറമേ ബാഹ്യമായ ഒരു പരിക്കുമില്ല. ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനൊരു സംഘർഷമുണ്ടായി, ഇവന് തലയ്ക്കൊക്കെ അടി കിട്ടിയിരുന്നു. ശനിയാഴ്ച മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. പുലർച്ചെ 1 മണിക്ക് വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങി. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളമൊക്കെ എങ്ങോട്ടേക്കാണ് മാറി ചിന്തിക്കുന്നത്? അത് അത്ര ലളിതമല്ല ഈ പറഞ്ഞ സംഭവം. അതിൽ ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ പഠിക്കുന്ന ആളേ അല്ല. അപ്പോൾ വാട്സാപ്പിൽ ആളുകളെ വിളിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ സുഹൃത്തായ ഷഹബാസിനെ കൂടി അടിക്കാനായിട്ട് വിളിച്ചു കൂട്ടുകയാണ്. അല്ലാതെ ഷഹബാസ് അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കൂകിയതാണ് പ്രശ്നം. ട്യൂഷൻ സെൻറ്റർ വിദ്യാർത്ഥി അല്ലാത്ത ഷഹബാസിനെ സുഹൃത്താണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്ന് പിതാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കാസർഗോഡ് ഒരു 10ാം ക്ലാസ്സുകാരുടെ യാത്രയപ്പിന് ലഹരി പാർട്ടി, അത് 12.6 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡ്രഗ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇമ്മാനുവൽ കോളേജ് വാഴിച്ചൽ, വെള്ളറട, തിരുവനന്തപുരത്ത്, അവിടെ ആഷിദ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി സഹപാഠികളുടെ ക്രൂരമർദ്ദനം കാരണം ചികിത്സയിലാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ, നമ്മൾ മുതിർന്നവരുടെ കാര്യം അല്ലല്ലോ പറയുന്നത്, കുട്ടികൾക്കിടയിൽ എന്താ പറയുക, ഹിംസ, ക്രൂരത, ഇത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ ഒരു ആസൂത്രണം കാണുന്നു. മറ്റുള്ളവരെ നമുക്ക് അടിക്കാം, ആക്രമിക്കാം. വളരെ മുതിർന്നവർ കൊട്ടേഷൻ കൊടുക്കുന്ന കുറേ സംഭവങ്ങളില്ലേ. എറണാകുളത്ത് പണ്ട് ശോഭ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു വനിത കൊട്ടേഷൻ കൊടുത്തു, തലൈബി ഉണ്ടായിരുന്നില്ലേ. അവിടെ ഒരു കണ്ഠരര് ഫ്ലാറ്റിൽ വെച്ച് മോഹനര് വരികയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ മോഹനര് പിന്നെ അയ്യപ്പനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, കാണേണ്ടി വന്നിട്ടില്ല. പിന്നീട് മകനൊക്കെയാണെന്ന് തോന്നുന്നു. അന്ന് വല്ലപ്പോഴൊക്കെ ഞാൻ ടെലിവിഷൻ ചർച്ചയിലൊക്കെ പോകുമ്പോൾ ഈ CPM-മായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് സാധാരണ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പിന്നെ ആ സമയത്ത് തന്നെ വേണു ബാലകൃഷ്ണനോ മറ്റോ വിളിച്ചോ പറഞ്ഞു, ഇനി ഞാൻ ഈ CPM ചർച്ചയ്ക്ക് വരില്ല, വല്ല വ്യഭിചാരോ മറ്റോ ഉണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ശോഭാ ജോൺ സംഭവം വരുന്നത്. അന്ന് ഈ കണ്ഠരര് മോഹനര് അയാളെ ഇനി അയ്യപ്പനെ കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ഠരര് മോഹനരുടെ ആവശ്യമില്ലല്ലോ. രാഹുൽ ഈശ്വരര് വേണ്ടത്ര സമൂഹത്തിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു വഴിയിൽ സഞ്ചാരം ഇല്ലെങ്കിൽ പോലും സനാതന ധർമ്മിയായതുകൊണ്ട്. അപ്പോൾ ഈ കണ്ഠരര് മോഹനരോട് പണ്ട് ഈ
ശബരിമല കേസൊക്കെ പണ്ട് ജസ്റ്റിസ് KS പരിപൂർണൻ്റെ ബെഞ്ചിൽ വരുമല്ലോ. ഒരിക്കൽ പുരുഷ സൂക്തം എന്താണെന്നറിയാമോ എന്ന് ചൊല്ലാമോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു ഈ മോഹനർക്ക്. അപ്പോൾ പൊതുവേ സമൂഹത്തിലൊരു ജീർണതകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നമ്മൾ കണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടേഷൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഈ സത്യത്തിൽ ഷഹബാസ് ഇതിലൊന്നും പെട്ടയാളല്ല, രണ്ട് ഗ്രൂപ്പിലും ഇല്ല. അപ്പോൾ സാധാരണ കൊട്ടേഷൻ കൊടുക്കാൻ വലിയ തുകകൾ വേണമല്ലോ. ഇത് വേണ്ട, ഒരു സൗഹൃദം ഉപയോഗിച്ചിട്ട് വേറൊരാളെ തല്ലാനായിട്ട് കൂട്ടുക എന്നുള്ള പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെ പറ്റിയാണല്ലോ ആളുകൾ കുറേ സംസാരിക്കുക. അപ്പോൾ ഈ കാരണങ്ങളെപ്പറ്റി ആളുകൾ പറയുമ്പോൾ ഈ സിനിമ ഇതിലൊരു സത്യമാണ്. സിനിമയ്ക്ക് വലിയ സ്വാധീനമാണ് സമൂഹത്തിലുള്ളത്. ഈ 4ാം കിട സാഹിത്യകാരന്മാരോ 3ാം കിട സാഹിത്യകാരന്മാരോ ആയിരുന്നവരും ഒക്കെ സിനിമയിൽ തിരക്കഥ എഴുതിയാൽ പെട്ടെന്ന് പേര് കിട്ടും. സിനിമയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആകാനായിട്ട് വളരെ എളുപ്പമുണ്ട്. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയൊരു മീഡിയയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതെ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഒരു നടിയെ പിടിച്ചിരുന്നു അല്ലേ. ഷൈൻ ടോം ചാക്കോവിനെ പിടിച്ചിരുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞ് വിടുകയൊക്കെ ചെയ്തിരുന്നു. പല സിനിമയിൽ പല ആളുകളെ പറ്റിയും പല ആരോപണങ്ങളും നമുക്കറിയാം. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള സിനിമകൾ ഈ കുട്ടികളെ സ്വാധീനിക്കുന്നതുകൊണ്ടാണോ ഈ ചെറുപ്രായത്തിൽ ഇത്തരത്തിലുള്ള അക്രമം നടത്താൻ പോകുന്നത്? അത് സിനിമയുടെ കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു പൊസിഷൻ ആ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഷിഖ് കപൂർ കഴിഞ്ഞ ദിവസം ഈ മാർക്കോ സിനിമയെ ധ്വനിപ്പിച്ചിട്ടായിരിക്കും സിനിമയിൽ വയലൻസ് കാണിക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ ആഷിഖ് കപൂറിൻ്റെ സിനിമകളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ആളുകളൊരു ചർച്ച കൊണ്ടുവന്നത്. ഇടുക്കി ഗോൾഡ് ഇല്ലേ, കഞ്ചാവിൻ്റെ മഹത്വം, പിന്നെ ഓരോന്നിലും ഓരോന്ന് ഇല്ലേ, പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു വയലൻസ് തന്നെ അല്ലേ, നിറച്ച് വയലൻസും ഒക്കെ ഉള്ള ഏതോ ഒരു ആ മീനച്ചിലാർ ആ ഭാഗത്തുള്ള ഏതോ ഒരു വീട്ടിൽ ഇല്ലേ എല്ലാവരും കള്ളുടിക്കുക, കഞ്ചാവ് വലിക്കുക, പെണ്ണുങ്ങൾ ഉൾപ്പെടെ അവർക്ക് എല്ലാവർക്കും തോക്ക് ലൈസൻസും ഉണ്ടാവുക, പിന്നെ എങ്ങനെയും ശരിപ്പെടുത്തുക, പിന്നെ രാത്രി കാട്ടിപ്പോയി മൃഗങ്ങളെ വേട്ടയാടുക, ഇങ്ങനെ വേട്ടയും ഇതൊക്കെ. അതായത് നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, അതാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. അത് മൊത്തത്തിലൊരു ബഫൂണറി പോലെ ആ അനുരാഗ് കാശ്യപ് എന്ന് പറഞ്ഞൊരു ഒരു ഊള വില്ലനെ കൊണ്ടുവന്നിട്ട് ആകെ നശിപ്പിക്കുകയും ചെയ്തു സിനിമ. അപ്പോൾ ഈ ആഷിഖ് കപൂർ ഒക്കെ പറയുന്നത് ഇത് മാർക്കോയുടെയും ഉണ്ണിമുകുന്ദൻ്റെയും തലയിൽ വെക്കാനാണ്. മാർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനിട്ടാണ് കിട്ടുന്നതെന്നാണ്. അത് അതിൻ്റെ സംവിധായകൻ പക്ഷെ സനാതനി അല്ല, ഒരു അദേനി അല്ലേ, അനീഫ് അദേനി എന്നോ മറ്റോ പേരുള്ള ഒരാളാണ്. അതിൻ്റെ നിർമ്മാതാവും ഒരു ഇല്ലേ, അവരുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളൊക്കെ. അപ്പൊ അതൊന്നും പറയാതെ മാർക്കോയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെ തലക്കിരിക്കും എന്ന് വെച്ചിട്ടാണ്. ഈ സിനിമകളൊക്കെ ആയിട്ട് നമ്മൾ ഈ കണ്ട ആക്റ്റുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള സിനിമ അടുത്ത കാലത്ത് വന്നത് ഫഹദ് ഫാസിൽ അഭിനയിച്ച ആവേശം എന്ന് പറഞ്ഞ സിനിമയാണ്. അതെ, ഇതിന് തുടക്കം കുറിച്ചെന്ന് വേണേൽ പറയാം അല്ലേ. ആ ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ കോളേജ് അല്ലേ, ഒരു എഞ്ചിനീയറിംഗ് കോളേജോ മറ്റോ ആണ്. അതിൻ്റെ അകത്ത് ഗുണ്ട ഗാങ് ഉണ്ട്. അത് വെറും റാഗിംഗ് ഒന്നുമല്ല, ഈ അടിപിടി ഒക്കെ ആയിട്ട് നടക്കുന്ന ഗാങ്. അത് ഈ ഫഹദ് ഫാസിൽ കഥാപാത്രം അത്തരം ആളുകളെയൊക്കെ സഹായിക്കുന്നു, കള്ളുടിക്കുന്നു, പുകവലിക്കുന്നു ഇല്ലേ, പ്രത്യേകിച്ച് സന്ദേശമോ ഒന്നുമില്ല, അങ്ങനെ ഒരു കോപ്പുമില്ലാത്തൊരു സിനിമയാണ്. അതായത് ഞങ്ങൾ കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് നടക്കുമെന്നുള്ളൊരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുന്നത് പോലെ തോന്നുന്ന ഒരു സിനിമ. മുമ്പ് റാഗിങ്ങിനെയൊക്കെ അപലപിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഈ പൃഥ്വിരാജിന്റെ പുതിയ മുഖം എന്ന് പറഞ്ഞൊരു സിനിമ അല്ലേ, മോഹൻലാലിന്റെ പണ്ട് അമൃതംഗമയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ. അതിലൊരു കുട്ടിയുണ്ട്, മെഡിക്കൽ കോളേജിൽ വെച്ച് റാഗ് ചെയ്ത് ഒരാൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ അപലപിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സിനിമകൾ ഇല്ലേ, ഹിംസയെ അപലപിച്ചിട്ട് സമാധാനത്തിന്റെ മാർഗം ഉപദേശിക്കുന്ന സിനിമകൾ വരും. ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനത്തെ ഒരു സന്ദേശവും കാര്യങ്ങളൊന്നുമില്ല. ഈ അടിയും വെടിയും പുകയും മാത്രമേ ഉള്ളൂ.
സാർ അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക, ഈ കുട്ടികൾക്കെല്ലാം തന്നെ 15-16 വയസ്സേ ഉള്ളൂ. അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ വേണം ഇവരെ ഹാജരാക്കാൻ. ഈ ഷഹബാസ് കൊല്ലപ്പെട്ടപ്പോൾ പ്രതികളായി പറയുന്ന വിദ്യാർത്ഥികളെ കോടതിയിൽ പോലും ഹാജരാക്കാൻ പറ്റില്ല. രക്ഷിതാക്കൾക്കൊപ്പം വിട്ടുകൊടുക്കുകയായിരുന്നു ഈ പോലീസ്. എന്നിട്ട് കമ്മീഷണർ പറഞ്ഞു ഇത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിലേക്ക് അറിയിക്കും, മാത്രമല്ല നിങ്ങൾ അവരെ വീണ്ടും അവിടെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളേ ഉള്ളൂ മുമ്പിൽ. ഈ കേസിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ആ പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ മാറിപ്പോയി എന്ന് രക്ഷിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഈ താമരശ്ശേരി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും വയനാട്ടിലേക്ക് പോകണമെങ്കിൽ താമരശ്ശേരി ചെന്ന് ചുരം കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർ ഈ താമരശ്ശേരി ഒരു പ്രത്യേക മേഖല, നമ്മൾ അവിടെ ചെന്ന് ഒരു വഴക്കുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ കണ്ടു വളർന്ന മുതിർന്നവരെ അനുകരിക്കാൻ ഈ 10ാം ക്ലാസ്സുകാർ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഡാൻസ് നിന്ന് പോയി കൂവി, ശരി അവിടെ തീരേണ്ട പ്രശ്നം അവിടെ തീരണം. പക്ഷെ അതിനെ ചോദ്യം ചെയ്യാനായി പോകുന്നു. അതിലത്തെ ഒരു പെൺകുട്ടികൾ ഉൾപ്പെടെ ഉണ്ടെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയാമോ പ്രശ്നം? ഈ കുറെ കാലത്ത് നിന്ന് കേരളം മാറിയിരിക്കുന്നത്, കേരളത്തിന് വലിയ മാറ്റമുള്ളത് ഞാൻ ഇടയ്ക്ക് ഈ ഇപ്പോൾ വെഞ്ഞാറമ്മൂട് സംഭവം ഉണ്ടായപ്പോൾ ഈ ആബ്സെൻറ്റി ഫാദർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. പല വീടുകളിലും അച്ഛനില്ല, രക്ഷിതാവ്, അതായത് രക്ഷിതാവായ ഒരു പുരുഷൻ കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇല്ല. അങ്ങനെ രക്ഷിതാവായ ഗൾഫിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഈ രക്ഷിതാവ്, കുടുംബം നടത്താൻ വേണ്ടി ജോലി വേറെ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോൾ കുടുംബം തന്നെ നഷ്ടപ്പെടുകയാണെന്നുള്ള സംഭവമാണ് വരുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലൊരു കുട്ടി ഉണ്ടെങ്കിൽ, പുരുഷൻ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ പിന്നെ ആൺകുട്ടിയെ ഏറ്റെടുക്കും ഈ കുടുംബത്തിന് മൊത്തത്തിൽ. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഏറ്റെടുക്കും. അപ്പോൾ പിന്നെ ആ കുട്ടിയാണല്ലോ ഇത് 15 വയസ്സോ 14 വയസ്സൊക്കെ ആവുമ്പോഴേക്കും മൊത്തം പണം കൈകാര്യം ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നമ്മുടെ സമൂഹം. പണമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ 10, 20, 23 വയസ്സ് വരെയൊക്കെ അല്ലേ. അത് രക്ഷിതാവ് കൊടുക്കുന്ന ബസ് കൂലി ഇല്ലേ, ഉച്ചഭക്ഷണത്തിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ കൊണ്ടുപോയിരുന്നത് ഒരു പാത്രത്തിലും ഒക്കെ. ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങണമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അല്ലാതെ കുറെ പൈസ കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കേരള സമൂഹം വന്നു. രണ്ട്, നിങ്ങൾ പറഞ്ഞ ആ സംഭവത്തിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംസാരിച്ച് അവസാനിപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നു. മുതിർന്നവരും മറ്റുള്ളവരും ഒക്കെ സംസാരിച്ചിട്ട് ഇത് ശമിപ്പിക്കുന്നത്. ചിലപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് 2 പേർക്ക് 2 അടി കൊടുത്താൽ തീരുമായിരുന്നു. 2 രക്ഷിതാക്കളോട് ചേർന്ന് ചിലപ്പോൾ പുറത്തുനിന്ന് വന്ന ആളുകൾ ഇവർക്കിട്ട് നാലെണ്ണം കൊടുത്താലും ഇത് തീരുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് ഈ പൊതുപ്രവർത്തകരുണ്ടല്ലോ, അങ്ങനത്തെ പൊതുപ്രവർത്തകരും ഇപ്പോൾ കേരളത്തിൽ ഇല്ലാതായി വരികയാണ്. അങ്ങനത്തെ പൊതുസംഘടനകളില്ലാതായി വരുന്നു. ദിശാബോധമുള്ള വിദ്യാർത്ഥി സംഘടനകളും ഇല്ലാതായി വരുന്നു. അങ്ങനെയാണ് നമുക്ക് അഭിമന്യുവിൻ്റെ സംഭവം മഹാരാജാസ് കോളേജിൽ ഉണ്ടായിരുന്ന, സിദ്ധാർത്ഥൻ്റെ സംഭവം ഉണ്ടായത്, പിന്നെ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ റാഗിങ്, അതൊക്കെ അതിഭീകരമാണത്. സത്യത്തിൽ അത് സിനിമകളിൽ പോലും ഇല്ല അങ്ങനത്തെ ദൃശ്യങ്ങൾ. സിനിമകൾ ഇതൊക്കെ ഞാൻ വല്ലാതെ മുഖം മറച്ചു കളഞ്ഞ ദൃശ്യങ്ങളാണ്. സിനിമകളിൽ പോലും അത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. പിന്നെ ഈ സിനിമയുടെ സ്വാധീനം എന്നുള്ളത് ഞാൻ ബൈ ചെയ്യുന്നില്ല, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നില്ല. സിനിമകൾക്ക് സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ സിനിമകൾ അനുകരിച്ചിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ മോഹൻലാൽ ഒരു ആൻറ്റി ഹീറോ കഥാപാത്രങ്ങൾ ധാരാളം സിനിമകളിൽ വന്നിട്ടുണ്ട് ഇല്ലേ. അദ്ദേഹം ഈ പ്രതിനായകനായിട്ട് നന്മയൊന്നും ചെയ്യാത്ത പ്രതിനായക വേഷത്തിൽ ഇന്നത്തേക്ക് പുതപ്പ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഏതോ സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മറ്റേ ഗുണ്ട കഥാപാത്രങ്ങളിൽ ഹിസ് ഹൈനസ് അബ്ദുള്ളയൊക്കെ പോലത്തെ സിനിമകളൊക്കെ ഉണ്ട്, ഉസ്താദ്, ഇങ്ങനത്തെ കുറേ സിനിമകൾ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരുപാട് ഗുണ്ടകൾ, തമനും ഷാജിയൊക്കെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അത് മോഹൻലാലിൻ്റെ തലക്കിരിക്കണം. ഈ മാർക്കോയെക്കാളൊക്കെ ക്രൂരമായ സിനിമകളൊക്കെ ഉണ്ട്. കിൽ ബിൽ എന്ന് പറഞ്ഞിട്ട് ടറന്റിനോയുടെ ഒരു സിനിമയുണ്ട്. കിൽ ബില്ലിൽ വില്ലന്റെ കഥാപാത്രവും മറ്റേ രണ്ടും അടിപിടി മാത്രമാണല്ലോ. വില്ലെന്നും നായിക എന്നൊന്നും പറയാനില്ല, രണ്ടുപേരും അടിക്കാരാ. പക്ഷെ സ്ത്രീകളാണ്
ഈ കിൽ ബിൽ എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ അത് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാർക്കോ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ചെയ്തതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇതിന് സെയിം കണ്ടന്റ് വരുന്ന പണി എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, കുറച്ചുകൂടി ഭേദം. അത് കുറച്ചുകൂടെ ഭേദം. പക്ഷെ അതിനകത്ത് ഇതുപോലെ ക്രൂരതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു ലൈഫ് ഉണ്ടായിരുന്നു, ഒരു സിനിമയുടെ ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1998 തിരുവനന്തപുരം വിട്ടു, പത്രപ്രവർത്തനം അവിടെ നിന്നുള്ളത് വിട്ടു. അതിന് മുമ്പ് അവിടുത്തെ ഒരു ചലച്ചിത്രമേളയിൽ 5 മിനിറ്റ് കൂടുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ കൊലപാതകം നടക്കുന്ന ഒരു അമേരിക്കൻ സിനിമ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ കണ്ടുപിടിക്കാൻ എളുപ്പം. എന്താണെന്നറിയോ, അതിൻ്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് നുസ്രത്ത് ഫത്തേഹ് അലി ഖാനാണ്. എന്തൊരു സൂഫി മ്യൂസിക്കിൻ്റെ ആളാണ്. പാകിസ്ഥാനി ഗായകനായിരുന്ന മരിച്ചുപോയ നുസ്രത്ത് ഫത്തേഹ് അലി ഖാൻ. നുസ്രത്ത് ഫത്തേഹ് അലി ഖാനാണ് മ്യൂസിക് എന്ന് മറ്റേ അതിൻ്റെ ബ്രോഷറിൽ കണ്ടിട്ടാണ് ഞാനിത് കാണാൻ പോയത്. അപ്പോൾ ഈ ഭയങ്കര കൊലപാതകം നടക്കുമ്പോഴും പശ്ചാത്തലത്തിൽ സൂഫി മ്യൂസിക്കാണ്. ഭയങ്കര കോൺട്രാസ്റ്റാണ്. അപ്പോൾ ഇത് ആർട്ടിസ്റ്റിക്കലിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നുസ്രത്ത് ഫത്തേഹ് അലി ഖാൻ വിരലിലെണ്ണാവുന്ന പടങ്ങൾക്ക് ചെയ്തിട്ടുള്ളൂ. ഇത് എടുത്ത ആളുകൾക്ക് കാണാവുന്നതാണ്. ഈ കിൽ ബിൽ എന്ന് പറഞ്ഞ സിനിമയും ഒക്കെ കാണാവുന്നതാണ്. കിൽ എന്ന് പറഞ്ഞൊരു സിനിമയില്ല, ഒരു ട്രെയിനകത്ത് അത് എത്ര ക്രൂരമായിട്ടാണ് അതിനകത്ത്. അതെ, അങ്ങനത്തെ സത്യത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ഈ ഔറംഗസേബൊക്കെ ചെയ്തിരിക്കുന്നത്, ഔറംഗസേബിനെ പറ്റി മാത്രം ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ചോര സ്ക്രീനിൽ നിന്ന് ഒഴുകും ഇല്ലേ? അപ്പോൾ യഥാർത്ഥ കഥാപാത്രങ്ങളുടെ അത്രയൊന്നും വരില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഡ്രഗ് പണ്ടത്തേക്കാൾ വിപുലമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മദ്യം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കയ്യിൽ ഒരുപാട് പണം വരുന്നുണ്ട്. അതൊന്ന്. 2, ഈ പണം വരാത്തതാണ് ഈ കോട്ടയത്ത്. പണം ആവശ്യമുണ്ട്, അതാണ് പോയിന്റ്. ഇവർക്ക് ധാരാളം പണം ആകുന്ന വിധത്തിലുള്ളൊരു ജീവിത ശൈലിയിലേക്ക് ഈ കുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നേരത്തെ കോളേജ് കലാലയത്തിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇത്തരം സംഘർഷം ഉണ്ടായത്. അത് പിന്നീട് +2 തലം വരെ എത്തി, അവിടെ നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 10ാം ക്ലാസ് തലത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അത് അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലുണ്ടെങ്കിൽ അവർക്കെതിരെ കഠിനമായ നിലപാടായിരിക്കും. മാത്രമല്ല 70% ഇന്നലെ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. ഏതാണ്ട് കോമ അവസ്ഥയിലായിരുന്നു ഈ വിദ്യാർത്ഥി. അപ്പോൾ അവനുണ്ടായ നഷ്ടം ആ കുടുംബത്തിന് മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധികൃതർ കർശനമായ നടപടി എടുക്കട്ടെ എന്ന്. കർശനമായ നടപടിയുടെ കാര്യം ഉണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നം നമ്മൾ കാണാതിരിക്കരുത്. കേരളീയ സമൂഹത്തിൽ പ്രശ്നമുണ്ട്. അമേരിക്കയിൽ നമുക്ക് ഈ കുട്ടികൾ സ്കൂളിലൊക്കെ ചെന്നിട്ട് ഈ വേറെ കുട്ടികളെയൊക്കെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന തോക്ക് സംസ്കാരം. അവിടെ ഈ വലിയ രാഷ്ട്രീയ സ്വാധീനം ഈ റൈഫിൾ നിർമ്മാതാക്കൾക്കുണ്ട്. അവർ ഒരുപാട് പൈസ ക്യാമ്പയിനൊക്കെ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് പല പ്രവിശ്യകളും ഇപ്പോൾ അത് കട്ട് ചെയ്തു. അതുകൊണ്ട് അവിടെ ഒരു ശമനം വന്നു. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഡ്രഗ്, മദ്യം ഇങ്ങനത്തെ. പക്ഷെ അതിനേക്കാൾ വലിയൊരു സാമൂഹ്യ പ്രശ്നം ഉണ്ട്. അതാണ് ഈ ആബ്സെൻറ്റി ഡാഡ് അല്ലെങ്കിൽ ആബ്സെൻറ്റി ഫാദർ എന്നൊക്കെ പറയുന്ന സംഭവം. അങ്ങനെ കൂടുതൽ പണം ഈ 12 വയസ്സ് 13 വയസ്സ് തുടങ്ങുമ്പോൾ തന്നെയൊക്കെ ആകുമ്പോഴൊക്കെ ഇത് തുടങ്ങുന്നുണ്ട്. ഈ കയ്യിൽ ഈ പണം കൈകാര്യം ചെയ്യുന്ന കൊച്ചു കുട്ടികൾ ഈ സമൂഹത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. പിന്നെ ഫാദറും ഉണ്ട്. അപ്പോൾ സമൂഹം എന്തായാലും മാറി ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം നിർത്താം. സമൂഹത്തിൽ പ്രശ്നമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.